Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare Hare Krishna. Hare Krishna. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Tasya Jnananjanachalakaya Chakshurinmilitam Yena Tasmai Sri Gurave Namah. Namo Vishnu Padaya Krishna Prasthaya Bhudale Srimade Bhaktivedanta Swaminiti Namine. Namaste Saraswate Deve Gauravani Prajarine Nirvishesha Shunyavadi Paschatya Deshatarine. Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Sri Vasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna. Sri Radha Govinda. Hare Krishna Madaji. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. Hare Krishna Hare Krishna Madaji. ഹരേ കൃഷ്ണ പ്രണാമം. Hare Krishna Madaji. ഹരേ കൃഷ്ണ. നമുക്ക് അധ്യായം 5 കർമ്മയോഗം സ്നാനബോധത്തിന്റെ പ്രവർത്തനം. അതെ, 5ാമത്തെ അധ്യായത്തിലേക്കാണ്. 4ാമത്തെ അധ്യായം നമ്മൾ അതീന്ദ്രിയോഗം കണ്ടു. ഇനി 5ാമത്തെ അധ്യായം കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ഹരേ കൃഷ്ണ. കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീ പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഇപ്പൊ നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. അർജുന ഉവാച. സന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു. പിന്നെ ഭക്തി പുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരാമോ? ഒരിക്കൽ അങ്ങ് എന്നോട് എന്ത് പറഞ്ഞു? കർമ്മം ഉപേക്ഷിക്കാൻ പറഞ്ഞു. പിന്നെ എന്നോട് ആവശ്യപ്പെട്ടു ഭക്തി പുരസരം കർമ്മം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ രണ്ടിലും വെച്ച് ഏറ്റവും ശ്രേയസ്കരമായത് ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടാണ്. ഒരിക്കൽ കർമ്മം ഉപേക്ഷിക്കാൻ പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു ഭക്തി പുരസരം കർമ്മം അനുഷ്ഠിക്കാൻ. അപ്പൊ ഇത് രണ്ടിലും ഏറ്റവും ശ്രേയസ്കരമായത് ഏതാണ് എന്ന് ഭഗവാനോട് അർജുനൻ ചോദിക്കാണ്. അപ്പൊ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കർമ്മം ഏതാണെന്നാണ് അർജുനനോട് ചോദിക്കുന്നത്. ഭക്തിപൂർവമായ സേവന കർമ്മമാണ് ശുഷ്കമായ മാനസിക ഊഹാപോഹങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് ഭഗവാൻ. ഭക്തിയുത സേവന മാനസിക ഊഹാപോഹത്തെക്കാൾ എളുപ്പമാണ്. സ്വാഭാവികമായി തന്നെ അതീന്ദ്രിയമാകിയാൽ കാർമ്മിക പ്രതികരണങ്ങളിൽ നിന്ന് അത് ഒരാളെ മോചിപ്പിക്കുന്നു. സമസ്ത കർമ്മങ്ങളും ജ്ഞാനത്തിലാണ് എത്തിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഭക്തിപൂർവമായിട്ടുള്ള സേവന കർമ്മമാണ് ശുഷ്കമായ മാനസിക ഊഹാപോഹങ്ങളെക്കാൾ നല്ലതെന്താണ്? ഭക്തിപൂർവം സേവനം ചെയ്യുന്നതാണ്. കാരണം ഭക്തിയുടെ സേവനം
കാരണം മാനസിക ഊഹാപോഹങ്ങളെക്കാൾ എളുപ്പമാണ്. അത് നമ്മുടെ കാർമ്മിക പ്രതികരണങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതായിട്ട് പറയാണ്. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസ്സകരാവുഭൗ തയോസ്തു കർമ്മ സന്യാസ്യാത് കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലത് തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം. ഇപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത്? കർമ്മം പരിത്യജിക്കുന്നതും ഭക്തിയുതമായ കർമ്മവും രണ്ടും മുക്തിക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം എന്ന് ഭഗവാൻ പറയാണ്. ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം. കാമ്യകർമ്മങ്ങളാണ് ഭൗതിക ബന്ധനത്തിന് കാരണം. ശരീരസുഖങ്ങളുടെ നിലവാരം ഉയർത്താൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന കാലത്തോളം ഒരാൾക്ക് വിവിധ ഇനം ശരീരങ്ങളിൽ ജന്മമെടുക്കേണ്ടി വരും. വാസുദേവന്റെ ഭക്തിയുടെ സേവനത്തിൽ ഒരാൾ പ്രേമം വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാൻ അവസരം ലഭിക്കൂ. കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനം കാമ്യകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാളെ സഹായിക്കുന്നു. കൃഷ്ണാവബോധം ഇല്ലാത്ത ത്യാഗം അപൂർണമാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് ഭഗവാൻ പറയണം. ഏതാണ്? ഭക്തിയുത സേവന കർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് ഏതാണ്? ഭക്തിയുതമായ സേവന കർമ്മം. ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണത്. ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ഏതാണ്? ശ്രേഷ്ഠമായ കർമ്മം ഭക്തിയുടെ സേവനമാണ് എന്ന് പറയാണ്. പിന്നെ ശരീരസുഖങ്ങളുടെ നിലവാരം ഉയർത്താനായിട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന കാലത്തോളം ഒരാൾക്ക് എന്താണ്? വിവിധ തരം ശരീരങ്ങളില് ജന്മമെടുക്കേണ്ടതായിട്ട് വരും. വാസുദേവന്റെ ഭക്തിയുടെ സേവനത്തിൽ ഒരാൾ പ്രേമം വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ട് അവസരം ലഭിക്കുള്ളൂ. അപ്പൊ ഈ പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന്, പ്രാപഞ്ചിക ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ എന്ത് വേണം? വാസുദേവന്റെ ഭക്തിയുടെ സേവനത്തിൽ പ്രേമം വളർത്തിയെടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ ഭൗതിക ലോകത്തിൽ നിന്ന്, പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നൽകാനായിട്ട് സാധിക്കുള്ളൂ. കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനം കാമ്യകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരാളെ സഹായിക്കുന്നു. കൃഷ്ണാവബോധത്തിൽ കർമ്മം ചെയ്യാന്ന് വെച്ചാൽ ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്താണ്? പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഒരാളെ എങ്ങനെയാണ് മുക്തി നേടാൻ സാധിക്കുന്നത്? വാസുദേവന്റെ സേവനത്തിൽ പ്രേമം വളർത്തിയെടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയി. വാസുദേവന്റെ ഭക്തിയുടെ സേവനത്തിൽ പ്രേമം വളർത്തിയെടുത്താല് അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രാപഞ്ചിക ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. ഇനി മായാവാദ സന്യാസികളും വൈഷ്ണവ സന്യാസികളും തമ്മിലുള്ള വ്യത്യാസം അത് വേറെ പറയാം നമുക്ക്. പിന്നെ ന്യായസ നിത്യ സന്യാസി യോനോ കാക്ഷതി യോനോ അവിടെ എന്തോ ഉണ്ടല്ലോ, യോനാദേഷ്ടീന കാക്ഷതി നിർദ്ധന്തോ ഹി മഹാബാഹോ സുഖം ബത്താത് പ്രമുച്യതേ. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി. മഹാബാഹുവായ അർജുന, അയാൾ ദ്വന്ദ്ങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷം അടയുകയും ചെയ്യുന്നു. അപ്പൊ കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് ആര്? നിത്യസന്യാസി. മഹാബാഹുവായ അർജുന, അയാൾ ദ്വന്ദ്ങ്ങളിൽ നിന്നൊഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷം അടയുകയും ചെയ്യുന്നു. അപ്പൊ കർമ്മത്തിന്റെ ഫലങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല, വെറുക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വ്യക്തി ആരാണ്? നിത്യസന്യാസി എന്ന് പറയാനായിട്ട് സാധിക്കും. അർജുനനോട് പറയാണ്, അയാൾ ദ്വന്ദ്ങ്ങളിൽ നിന്നൊഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തി അടയുകയും ചെയ്യും, മോക്ഷം നേടുകയും ചെയ്യും ആ വ്യക്തിക്ക്. ദിവ്യമായ പ്രേമയുത ഭഗവത് സേവനത്തിന് സ്വയം സമർപ്പിതനായ സന്യാസി കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ തന്റെ മൂലസ്വരൂപത്തെ കുറിച്ച് അറിയുന്നത് കൊണ്ട് തികഞ്ഞ ജ്ഞാനിയുമായിരിക്കും. ഇപ്പൊ ഭക്തിയുടെ സേവനത്തില് പ്രേമയുതമായിട്ടുള്ള ഭഗവാന്റെ സേവനത്തില് സ്വയം സമർപ്പിക്കുന്നതായിട്ടുള്ള സന്യാസി കൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തില് തന്റെ മൂലസ്വരൂപത്തെ കുറിച്ച് അറിയുന്നത് കൊണ്ട് അയാൾ ആരായിരിക്കും? തികഞ്ഞ ജ്ഞാനിയായിരിക്കും. കാരണം സന്യാസി ഭഗവാനെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയ വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ മൂലസ്വരൂപത്തെ കുറിച്ച് ആർക്കറിയാൻ സാധിക്കും? സന്യാസിക്ക് അറിയാനായിട്ട് സാധിക്കും. കൃഷ്ണൻ സമ്പൂർണനാണെന്നും കൃഷ്ണന്റെ ഒരംശമാണ് താനെന്നും അയാൾക്ക് സാധിക്കും. പിന്നെ ഗുണത്തിലല്ല പരിമാണത്തിൽ വ്യത്യസ്തമാണെന്നതാണ് ശരിയായ അതീന്ദ്രിയ ജ്ഞാനം. ചെയ്യുന്നതെന്തും കൃഷ്ണന് വേണ്ടിയാകയാൽ അയാളുടെ മനസ്സിൽ ദ്വന്ദ്ങ്ങളില്ല. അങ്ങനെ ദ്വന്ദ്ങ്ങളുടെ തലത്തിൽ നിന്നും ഈ ഭൗതിക ലോകത്തിൽ നിന്നും തന്നെയും അയാൾ മുക്തനാകുന്നു.
ഇപ്പൊ എന്താ ഇവിടെ പറയുന്നത്, കൃഷ്ണൻ സമ്പൂർണനാണെന്നും കൃഷ്ണന്റെ ഒരു അംശമാണ് താനെന്നും ആ വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കും. ഗുണത്തിൽ ഒന്നാണെങ്കിലും അളവിൽ വ്യത്യാസമാണെന്നതാണ് ശരിയായ അതീന്ദ്രിയ ജ്ഞാനം. ഭഗവാനും ആ വ്യക്തിയും തമ്മിൽ എങ്ങനെയാണ്, ഗുണത്തിൽ ഒന്നാണ്, പക്ഷെ അളവിൽ വ്യത്യാസമാണ്. ചെയ്യുന്നതെന്തും കൃഷ്ണന് വേണ്ടിയാകയാൽ അയാളുടെ മനസ്സിൽ ദ്വന്ദ്ങ്ങളില്ല. അങ്ങനെ ദ്വന്ദ്ങ്ങളുടെ തലത്തിൽ നിന്നും ഭൗതിക ലോകത്തിൽ നിന്നും തന്നെയും അയാൾക്ക് മുക്തി നേടാനായിട്ട് സാധിക്കും. സാഖ്യയോഗ പൃഥക് പാല പ്രവദന്തീന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതാ സമ്യഗുഭയോർവിന്ദതേ ഫലം. ഭക്തിരസേവനം പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുകൊണ്ടുള്ള പഠനത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിന്റെയും ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ ഭക്തിരസേവനം, അതായത് ഭക്തിര സേവനം എന്ന് പറഞ്ഞാൽ കർമ്മയോഗം, പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുകൊണ്ടുള്ള പഠനം സാഖ്യയോഗം. ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അല്പജ്ഞാനികൾ പറയുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിന്റെ ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ ഭക്തിയുടെ സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മയോഗം. അത് പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള പഠനം, അതായത് സാഖ്യയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് അജ്ഞാനികൾ പറയുന്നത്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിന്റെ ഫലം കിട്ടുമെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. എന്താ പറയുന്നത് ഇവിടെ? സാഖ്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭൗതിക ലോകത്തിന്റെ ആത്മാവിനെ കണ്ടെത്തുക. അപ്പൊ സാഖ്യയോഗം എന്ന് പറഞ്ഞ എന്താണ്? നമ്മള് അപഗ്രഥിച്ച് നമ്മൾ കുറെ വിശകലനമൊക്കെ ചെയ്ത് പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സാഖ്യയോഗം എന്ന് പറയുന്നത്. ഭൗതിക ലോകത്തിന്റെ ആത്മാവ് ആരാണ്? വിഷ്ണു അല്ലെങ്കിൽ പരമാത്മാവാണ് ഭൗതിക ലോകത്തിന്റെ ആത്മാവ്. ഭക്തിയുടെ സേവനം പരമാത്മാവിന്റെ സേവനത്തെ അനിവാര്യമാക്കി തീർക്കുന്നു. ഒന്ന് മരത്തിന്റെ വേര് അന്വേഷിക്കുന്നു, മറ്റേത് വേര് നനയ്ക്കുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഭക്തിയുടെ സേവനത്തില് പരമാത്മാവിനെ കുറിച്ച് അന്വേഷിക്കാണ്, പരമാത്മാവിന്റെ സേവനം ലക്ഷ്യമാക്കാണ്. പക്ഷെ സാഖ്യയോഗത്തിൽ എന്താണ്? സാഖ്യയോഗത്തില് അത് അപഗ്രഥനം ചെയ്ത് മനസ്സിലാക്കി വരാൻ കുറെ സമയം എടുക്കും. യത്സാഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്യോഗൈരഭിഗമ്യതേ ഏകം സംഖ്യാം ച യോഗം ച യ പശ്യതി സ പശ്യതി. വിശകലനാധിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം ഭക്തിയുടെ സേവനം കൊണ്ടും നേടാം. അതുകൊണ്ട് വിശകലനാധിഷ്ഠിതമായ പഠനവും ഭക്തിയുടെ സേവനവും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുന്ന ആൾ വസ്തുതകൾ യഥാർത്ഥമായി ദർശിക്കുന്നു. അപ്പൊ വിശകലനാധിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം എന്തുകൊണ്ട് നേടാൻ സാധിക്കും? ഭക്തിയുടെ സേവനം കൊണ്ട് നേടാനായിട്ട് സാധിക്കും. അപ്പൊ വിശകലനാധിഷ്ഠിതമായ പഠനം കൊണ്ട് എന്ന് പറയുമ്പോൾ സാഖ്യയോഗം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം നമുക്ക് എന്തുകൊണ്ട് നേടാൻ സാധിക്കും? കർമ്മയോഗം കൊണ്ട് നേടാനായിട്ട്, ഭക്തിയുടെ സേവനം കൊണ്ടും നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിശകലനാധിഷ്ഠിതമായ പഠനവും ഭക്തിയുടെ സേവനവും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുന്ന ആൾ വസ്തുതകൾ യഥാർത്ഥത്തിൽ ദർശിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് വസ്തുതകള് യഥാർത്ഥത്തില് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ദർശിക്കുന്ന വ്യക്തിയാണ്. ഇത് രണ്ടും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. തത്വചിന്താപരങ്ങളായ ഗവേഷണങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉദ്ദേശ്യം ജീവിതത്തിന്റെ പരമലക്ഷ്യം കണ്ടെത്തലാണ്. കൃഷ്ണാവബോധത്തോടെ കർമ്മം ചെയ്യുമ്പോഴാണ് ജീവൻ തന്റെ സ്വരൂപാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. സാഖ്യത്തിൽ ഒരാൾ ആദ്യമായി ചെയ്യേണ്ടത് ഭൗതികതയുമായുള്ള ബന്ധം വിച്ഛേദിക്കലാണ്. ഭക്തിയോഗത്തിലാകട്ടെ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും കൃഷ്ണനിലുള്ള ആസക്തിയും ഒന്ന് തന്നെ. ഇത് മനസ്സിലാക്കുന്ന ആൾ കാര്യങ്ങൾ യഥാർത്ഥമായി കാണുന്നു. അപ്പൊ തത്വചിന്താപരമായ ഗവേഷണങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ജീവിതത്തിന്റെ പരമലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം. കൃഷ്ണാവബോധത്തോടെ കർമ്മം ചെയ്യുമ്പോഴാണ് ജീവൻ എന്താണത്? തന്റെ സ്വരൂപ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത്. സാഖ്യത്തിൽ ഒരാൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? ഭൗതികതയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കലാണ് സാഖ്യയോഗത്തിൽ ചെയ്യുന്നത്. ഭക്തിയോഗത്തിലാണെങ്കിലോ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കല്. ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും ഭഗവാനിലുള്ള ആസക്തിയും രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്ന ആൾ യഥാർത്ഥമായി കാര്യങ്ങൾ കാണുന്നു. അതായത് ഭഗവാനോടുള്ള ആസക്തി കൂടുന്തോറും ഭൗതികതയോട് നമുക്ക് എന്ത് വന്നുകൊണ്ടിരിക്കും? വിരക്തി വന്നുകൊണ്ടേയിരിക്കും. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തൂമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മനചീരേണാധിഗച്ഛതി. എല്ലാ കർമ്മങ്ങളും ത്യജിച്ചു വന്നിരിക്കലും ഭക്തിയുടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല. ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കും.
അപ്പോ എല്ലാ കർമ്മങ്ങളും ത്യജിച്ചു വന്നിരിക്കലും ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാതെ ഒരാൾക്കും എന്തുണ്ടാവില്ല, സന്തുഷ്ടി നേടാനായിട്ട് സാധിക്കില്ല. ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പോ എല്ലാ കർമ്മങ്ങളും ത്യജിച്ചെന്നാലും നമുക്ക് ഭക്തിയുടെ സേവനം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സന്തുഷ്ടി ലഭിക്കുള്ളൂ. അപ്പൊ ഭക്തിയുടെ സേവനം ചെയ്യാതെ നമുക്ക് സന്തുഷ്ടി കിട്ടില്ല. ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. സന്യാസികൾ രണ്ട് വിധമുണ്ട്. ഒന്ന് സാഖ്യ സിദ്ധാന്ത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മായാവാദ സിദ്ധാന്തികളും മായാവാദ സന്യാസികള്, ഒന്ന് ഭാഗവത തത്വശാസ്ത്രം പഠിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വൈഷ്ണവ സന്യാസികൾ. അപ്പൊ മായാവാദ സന്യാസികളും വൈഷ്ണവ സന്യാസികളും രണ്ട് തരത്തിലാണ് സന്യാസികൾ ഉള്ളത്. പഞ്ചരാത്രിക നിബന്ധനകൾ അനുസരിച്ച് ഭക്തിയുടെ സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ആര്, വൈഷ്ണവ സന്യാസികള്. വൈഷ്ണവ സന്യാസികൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, പഞ്ചരാത്ര നിബന്ധനകളാണ് ആര് ഫോളോ ചെയ്യുന്നത്, വൈഷ്ണവ സന്യാസികള് ഫോളോ ചെയ്യുന്നത്. ഭക്തിയുടെ സേവന കർമ്മങ്ങളിൽ നിരതരാകുന്നു. ഭൗതിക പ്രവർത്തനങ്ങളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവര് ഭക്തിയുടെ സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആര്, വൈഷ്ണവ സന്യാസികള്. ഭൗതികമായ പ്രവർത്തനങ്ങളിലൊന്നും അവർക്ക് യാതൊരു ബന്ധവുമില്ല. ബ്രഹ്മം എന്താണ്, അല്ലാത്തത് എന്തെന്നും ഊഹാപോഹങ്ങൾ നടത്തുന്ന സന്യാസികളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ നിലയിലാണ് എന്നുള്ളത് കൃഷ്ണ അവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോ വൈഷ്ണവ സന്യാസികളും പിന്നെ ആരാണ്, മായാവാദ സന്യാസികളും തമ്മിലുള്ള വ്യത്യാസം അതെന്താണെന്നാണ് പറയുന്നത്. മാതാജി മായാ സന്യാസികളുടെ ഒന്നുകൂടെ പറഞ്ഞേ. ഇവിടെ പറയുന്നു മാതാജി, മായാവാദ സന്യാസികളും വൈഷ്ണവ സന്യാസികളും തമ്മിലുള്ള വ്യത്യാസം. മായാവാദ സന്യാസികൾ എന്താണ്, നിർദ്ദിഷ്ട ചുമതലകളാൽ മുൻകൂർ ശുദ്ധീകരണം ആവശ്യമാണ് അവർക്ക്. അതായത് ഭക്തിയുടെ സേവനം ചെയ്ത് ശുദ്ധീകരിക്കപ്പെടുന്നതാണ് ആര്, വൈഷ്ണവ സന്യാസികൾ. എങ്ങനെ പറഞ്ഞത്, പ്രക്രിയ കൊണ്ട് തന്നെ ശുദ്ധീകരിക്കണം. നമ്മൾ കർമ്മം ചെയ്ത് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതാണത് വൈഷ്ണവ സന്യാസികൾ. പക്ഷെ മായാവാദ സന്യാസികള് ശുദ്ധീകരിച്ചിട്ടാണ്, നിർദ്ദിഷ്ട ചുമതലകളാൽ മുൻകൂർ ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരിച്ചതിന് ശേഷമാണ് അവർ എവിടേക്ക് എത്തുന്നത്, ഈ മായാവാദ സന്യാസത്തിലേക്ക് കടക്കുന്നത്. വൈഷ്ണവ സന്യാസികള് പ്രക്രിയയിലൂടെ തന്നെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. കേവലം ജ്ഞാനം വിമോചനത്തിന് അപര്യാപ്തമാണ്. അപ്പൊ അവരുടെ ജ്ഞാനം വിമോചനത്തിന് പര്യാപ്തമായതല്ല. അവരുടെ ജ്ഞാനം പ്രവൃത്തി നിർബന്ധമാണ്. ആത്മാവിന്റെ അവസ്ഥയിൽ പ്രവർത്തിക്കണം. അപ്പോ കർമ്മം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് വൈഷ്ണവ സന്യാസികൾക്ക് ആ ചെയ്യുന്ന കർമ്മം എങ്ങനെയായിരിക്കണം, ആത്മാവിനെ പരിശുദ്ധീകരിക്കുന്ന രീതിയിൽ ആയിരിക്കണം കർമ്മം ചെയ്യേണ്ടത്. അതുകൊണ്ട് മായാവാദ സന്യാസികൾക്ക് അതുകൊണ്ട് തന്നെ താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, അവർക്ക് എന്തിനെ കുറിച്ച് അറിയുന്നില്ല, ഭഗവാനെ കുറിച്ചോ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് താഴെ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. വിജയം ഉറപ്പാണ്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ഭഗവാന്റെ അടുത്തേക്കുള്ള പ്രവേശനം വൈഷ്ണവ സന്യാസികൾക്ക് ഉറപ്പാണ്. അപൂർണമായ ത്യാഗമാണ് ആര് ചെയ്യുന്നത്, മായാവാദ സന്യാസികൾ ചെയ്യുന്നത്. സമ്പൂർണ്ണ ത്യാഗം, കാരണം എല്ലാം കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കുകയാണ് ആര് ചെയ്യുന്നത്, വൈഷ്ണവ സന്യാസികള്. മറ്റേത് പറയണത് വേര് കണ്ടെത്തുന്നത് മാത്രം, ഇവിടെ വേരിന് വെള്ളം കൊടുക്കുക മാത്രം കൂടി ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതായത് നമ്മൾ മായാവാദ സന്യാസികള് എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് കണ്ടെത്തുന്നതല്ലാതെ അതിനെ പിന്നെ വെള്ളം കൊടുക്കാന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പിന്നെയും നമ്മൾ പറയുന്നുണ്ട് അല്ലെ, എന്താണ് പറയുന്നത്, വേരിന് വെള്ളം കൊടുക്കുക എന്ന് പറയുമ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മള് വളർച്ച കിട്ടാൻ വേണ്ടിയാണ്. അതായത് അതെ, നമ്മൾ എന്താ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിലേക്ക് നമ്മൾ എത്തുമ്പോ എങ്ങനെയാണ്, ഭഗവാനെ കാണുന്ന, ഭഗവാനെ നമ്മൾ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കുന്നത്, മായാവാദ സന്യാസികള് ഒരു പ്രകാശ രൂപത്തിലാണ് ഭഗവാനെ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ മുന്നിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാല് വീണ്ടും മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് വേരിന് വെള്ളം കൊടുക്കുന്നതിനനുസരിച്ച് അത് പന്തലിച്ച് വളരും അല്ലെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് എന്നിട്ട് പരിപൂർണതയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഇവിടെ വേര് മാത്രമേ കണ്ടെത്താൻ സാധിക്കുള്ളൂ, ബാക്കി ഒന്നും അറിയില്ല. മുന്നിലേക്ക് പരമാത്മാവിനെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ അറിയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാതും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. ഞാനിപ്പോഴാ കേറിയത്, അതാ. ഓക്കെ മാതാജി. ഓക്കെ.
ഹരേ കൃഷ്ണ. മായാവാദ സന്യാസികൾക്ക് എന്തുണ്ടാവില്ല? സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ വൈഷ്ണവ സന്യാസികൾക്ക് സന്തോഷം ഉണ്ടാവും. കാരണം മായാവാദ സന്യാസികള് ഭഗവാന്റെ ആ രൂപം കാണുന്നില്ല, അവര് എങ്ങനെയാണ് പ്രകാശം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ വൈഷ്ണവ സന്യാസികൾ എങ്ങനെയാണ്? സച്ചിദാനന്ദനായിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തെ കാണുന്നത് കൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാവും. ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ച് അതീന്ദ്രിയമായ ഭക്തി സേവനം ആസ്വദിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ മായാവാദ സന്യാസികൾക്ക് കഴിയില്ല. ഇന്ദ്രിയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒന്നിലധികം ഭക്തിപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവിടെ വൈഷ്ണവ സന്യാസികളാണെങ്കിലോ, കാരണം ഭഗവാൻ ഒരു രൂപമുണ്ടെന്ന് അവർക്കറിയാം. നമുക്കൊരു രൂപം മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ആ രൂപത്തെ നമ്മൾ ആരാധിക്കും. ആ രൂപത്തിന് നമ്മള് ഭഗവാൻ എന്താ പറയാ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, മാല കെട്ടി കൊടുക്കും. കാരണം നമ്മളെ മുന്നിൽ ഒരു രൂപത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് അത് മുഴുവനും ആസ്വദിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഭക്തിപരമായ കുറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മായാവാദ സന്യാസികൾക്ക് കുറെ ജന്മങ്ങൾ എടുക്കും. കാരണം ആദ്യം ഭഗവാനെ എന്തിലാണ്? ബ്രഹ്മത്തിൽ ആരാധിക്കും. പിന്നെയാണ് അവർക്ക് പരമാത്മാ വരുന്നത്, പിന്നെ ഭഗവാനിലേക്ക് എത്തുന്നത്. പക്ഷെ പരമവിധി പുരുഷനെ വേഗത്തിൽ പ്രാപിക്കാൻ വൈഷ്ണവ സന്യാസികൾക്ക് സാധിക്കും. സംഖ്യ തത്വശാസ്ത്രമാണ് ആര് പഠിക്കുന്നത്? മായാവാദ സന്യാസികൾ പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതമാണ് വൈഷ്ണവ സന്യാസികൾ പഠിക്കുന്നത്. വേദാന്ത സൂത്രത്തിന്റെ ശാരീരിക ഭാഷ്യം ശങ്കരാചാര്യർ രചിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം വേദാന്ത സൂത്രങ്ങളുടെ ശരിയായ ഭാഷ്യമാണ് ഇത്. ശ്രീമദ് ഭാഗവതം ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടരായി ലോകോപകരമായ ഭൗതിക കൃത്യങ്ങളിൽ ആരേർപ്പെടാറുണ്ട്? ഇവര് ഏർപ്പെടാറുണ്ട്. അപ്പൊ അതായത് ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ നിന്ന് അവർക്ക് വ്യതിചലനത്തിനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിന് പിന്നെ അവരെന്താണ്? ഭൗതികമായ കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. പക്ഷെ പാഞ്ചരാത്രിക നിബന്ധനകൾ അനുസരിച്ച് ഭക്തിര സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ആര്? വൈഷ്ണവ സന്യാസികൾ. ഇതാണ് വൈഷ്ണവ സന്യാസികളും മായാവാദ സന്യാസികളും തമ്മിലുള്ള വ്യത്യാസം. 3 നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അതിൽ കുറെ ഉണ്ട്. നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. യോഗയുക്തോ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മാ കുർവന്നാപീന ലിപ്യത്തെ. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയില്ല. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അപ്പോ ഭക്തിയോടെ പ്രവർത്തിക്കുന്നവന്, വിശുദ്ധാത്മാവ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായിട്ടുള്ള ഒരാള് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയില്ല. അപ്പൊ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നാലും യാതൊരു വിധത്തിലുള്ള കർമ്മവും ആരെ ബാധിക്കുന്നില്ല? അങ്ങനെ ഒരു വ്യക്തിയെ ബാധിക്കുന്നില്ല. കാരണം ഭക്തിപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധാത്മാവ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെ കൊണ്ട് നിയന്ത്രിക്കുന്ന ആ വ്യക്തി എല്ലാവർക്കും പ്രിയങ്കരനാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. അയാളെ എന്തോരം പ്രവൃത്തി ചെയ്താലും അയാളെ യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുന്നില്ല. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാവരെയും സേവിക്കുന്നു. അതുകൊണ്ട് അയാൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അപ്പോ കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാവരെയും സേവിക്കും. അതുകൊണ്ട് അയാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. ഭഗവത് സേവനത്തിനൊഴികെ മറ്റൊന്നിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ ഒരു കാരണവശാലും വ്യാപരിപ്പിക്കുകയില്ല. അപ്പോ ഭഗവാന്റെ സേവനത്തിന് മാത്രമേ അയാളുടെ ഇന്ദ്രിയങ്ങൾ അയാൾ ഉപയോഗിക്കുന്നുള്ളൂ. കൃഷ്ണനെ കുറിച്ചല്ലാതെ സംഭാഷണങ്ങൾ കേൾക്കുന്നതോ കൃഷ്ണന്റെ പ്രസാദമല്ലാതെ എന്തെങ്കിലും ഭക്ഷിക്കുവാനോ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഭഗവാനെ കുറിച്ചല്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല. ഭഗവാന്റെ പ്രസാദമല്ലാതെ വേറൊന്നും കഴിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. കൃഷ്ണനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോകാനോ ഒന്നും അയാൾക്ക് താല്പര്യമുണ്ടാവുകയില്ല. അർജുനൻ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുകയായിരുന്നില്ല. അദ്ദേഹം തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണന്റെ കൽപ്പനകളിൽ നിറവേറ്റുകയായിരുന്നു. ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളെ കർമ്മഫലങ്ങൾ ബാധിക്കുകയില്ല. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യല്ല ചെയ്യുന്നത്, ഭഗവാന്റെ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര് ചെയ്യുന്നത്? അർജുനൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി അയാളെ കർമ്മഫലങ്ങൾ ബാധിക്കുകയില്ല. അപ്പൊ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന
കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങള് അയാൾ എല്ലാവരെയും സേവിക്കും, എല്ലാവർക്കും പ്രിയങ്കരനാണ്, ഭഗവാന്റെ സേവനത്തിനൊഴികെ മറ്റൊന്നിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നില്ല, കൃഷ്ണനെ കുറിച്ചല്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ല, കൃഷ്ണന്റെ പ്രസാദമല്ലാതെ എന്തെങ്കിലും ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, കൃഷ്ണനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോകാനോ അയാൾക്ക് താല്പര്യമുണ്ടാകുന്നില്ല. അതാണ് കൃഷ്ണാവബോധം സിദ്ധിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ. 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണത്. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യത തത്വവിത് പശ്യൻ ശൃണ്ണൻ സ്പൃശൻ ജിക്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹണൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ദിവ്യാവബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസാശ്വാസം തുടങ്ങി എന്തു തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾ അറിയണം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. അപ്പോ കൃഷ്ണാവബോധത്തിലുള്ള ദിവ്യാവബോധമുള്ള ഒരു വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം ഇതൊക്കെ ചെയ്യുമ്പോ ഈ പറഞ്ഞ ഘാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്ത് തന്നെ ചെയ്യുമ്പോഴും ശരിക്കും എന്താണ് ഒന്നും ചെയ്യുന്നില്ല എന്ന് അയാൾക്കറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങൾ വ്യാപരിക്കുകയാണ്. അപ്പൊ ഭൗതിക വിഷയങ്ങളിലേക്ക് ആ ഇന്ദ്രിയങ്ങളെല്ലാം വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്ന് അയാൾ സ്വയം മനസ്സിലാക്കുന്നു. കൃഷ്ണാവബോധം സിദ്ധിച്ച ആളുടെ ജീവിതം വിശുദ്ധമത്രേ. അതുകൊണ്ട് കർത്താവ്, കർമ്മം, അവസ്ഥ, പ്രയത്നം, ഭാഗ്യം എന്നീ ആസന്നവും അനാസന്നവുമായ 5 കാര്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന യാതൊരു പ്രവർത്തനവും അദ്ദേഹത്തിന് ബാധകമല്ല. അപ്പോ കൃഷ്ണാവബോധം സിദ്ധിച്ചൊരു ആളുടെ ജീവിതം എങ്ങനെയായിരിക്കും? വിശുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ കർത്താവ്, കർമ്മം, അവസ്ഥ, പ്രയത്നം, ഭാഗ്യം ഈ ആസന്നവും അനാസന്നവുമായ 5 കാര്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന യാതൊരു പ്രവർത്തനവും ആരെ ബാധിക്കുന്നില്ല? അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നെന്ന് തോന്നാമെങ്കിലും കൃഷ്ണാവബോധമുള്ള മനുഷ്യൻ എപ്പോഴും മുക്തനാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ എന്ത് തോന്നും? ഇന്ദ്രിയ വിഷയങ്ങളിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നതെന്ന്. പക്ഷെ ആ വ്യക്തി എപ്പോഴും എങ്ങനെയായിരിക്കും? കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി എപ്പോഴും മുക്തനാണ്. താൻ എന്നേക്കും കൃഷ്ണന്റെ ദാസനാണെന്ന അറിവ് അയാൾക്ക് ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ താൻ എന്നേക്കും എന്താണ്? ഭഗവാന്റെ ദാസനാണെന്നുള്ള അറിവ് അയാളെ കൊണ്ട് എന്ത് ചെയ്യിക്കാണ്? ഭഗവത് സേവനം അല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് അയാളെ കൊണ്ട് തോന്നിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അയാള് വേറൊന്നും ചെയ്യുന്നില്ല, അയാൾക്ക് അതിന് കഴിയുന്നില്ല. നമ്മുടെ ചിന്തകള് നമ്മളെ പ്രവർത്തനങ്ങൾ വരും, പ്രവർത്തനങ്ങൾ അനുസരിച്ച് ശീലങ്ങള്, സ്വഭാവം വരും, അതിനനുസരിച്ച് നമ്മുടെ വിധി വരും. അതായത് നമ്മള് ജന്മം എടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ അടുത്ത ശരീരം സ്വീകരിക്കുന്നത്. അപ്പോ നമ്മൾ എങ്ങനെ പ്രവൃത്തി ചെയ്യുന്നോ അതനുസരിച്ചാണ് നമുക്ക് അടുത്ത ശരീരം രൂപപ്പെടുന്നത്. ബ്രഹ്മണ്യാധ്യായ കർമാണി സംഗം ത്യക്താ കരോതിയഃ ലിപ്യതേന സപാപേന പത്രാവിമാംപസ. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലെ വെള്ളം എന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ബാധിക്കുകയില്ല. ആരാണോ ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നത് ആ വ്യക്തിയെ എന്താണ്? താമര ഇലയിലെ വെള്ളം എന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല. അപ്പൊ ആസക്തി കൂടാതെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് താമര ഇലയിലെ വെള്ളം എന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങളൊന്നും ഒരിക്കലും ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ സമഗ്രാവിഷ്കരണം അത്ര ഈ പ്രപഞ്ചം. അതിനെ പ്രധാന എന്ന് പറയുന്നു. അപ്പൊ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ സമഗ്ര ആവിഷ്കരണമായ പ്രപഞ്ചത്തിന് എന്തെന്നാ പറയുന്നത്? പ്രധാന എന്ന് പറയൂ. കൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ഉടമയെന്നും അതുകൊണ്ട് എല്ലാ ഭഗവത് സേവനത്തിനുള്ളതാണെന്നും അറിയുന്നവർക്ക് താൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലങ്ങളായിട്ട് ബന്ധമുണ്ടാകില്ല. ഈ ശരീരം കൃഷ്ണന്റേതാകിയാൽ കൃഷ്ണ സേവനത്തിനുമായി ഉപയോഗിക്കണമെന്ന് അറിവോടെ പ്രവർത്തിക്കുന്നു. താമരയില വെള്ളത്തിൽ കിടന്നാല് നനയാത്തതുപോലെ പാപമാലിന്യങ്ങൾ തന്നെയായിരിക്കും.
അപ്പൊ പാപമാലിന്യങ്ങൾ തീണ്ടാത്ത അവസ്ഥ എന്തിനോട് ഉപമിച്ചിരിക്കുകയാണ്? താമരയില് വെള്ളത്തിൽ കിടന്നാല് നനയാത്തതുപോലെ ഒരിക്കലും പാപമാലിന്യങ്ങൾ അതിനെ തീണ്ടുന്നില്ല എന്ന് പറയാം. അപ്പൊ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സമഗ്ര ആവിഷ്കരണമാണ് എന്ത്? ഈ പ്രപഞ്ചം. അതിന് വേറൊരു പേര് പറയുന്നതാണ് പ്രധാന. നമ്മൾ പഠിക്കുന്നുണ്ട് മുന്നില്. കൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ഉടമയെന്നും അതുകൊണ്ട് എല്ലാം ഭഗവാന്റെ സേവനത്തിനുള്ളതാണെന്നും അറിയുന്നവർക്ക് താൻ ചെയ്ത പുണ്യപാപ ഫലങ്ങളായിട്ട് ബന്ധമുണ്ടാവില്ല. കാരണം ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഉണ്ടാവില്ല. ഈ ശരീരം കൃഷ്ണന്റേതാകിയാൽ കൃഷ്ണ സേവനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് അറിവോടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. കാരണം ഭഗവാന്റേതാണ് ഈ ശരീരം, ഭഗവാനാണ് ഇത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ സേവനത്തിനായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടത്. താമരവില്ലിയിലെ വെള്ളത്തിൽ കിടന്നാലും നനയാത്തതുപോലെ പാപമാലിന്യങ്ങൾ തീണ്ടാത്തതായിരിക്കും. അങ്ങനെ അതേയായിരിക്കും ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ എത്ര നമ്മൾ ചെയ്താലും അതിന്റെ ഫലങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കായേന മനസാ ബുദ്ധ്യ കേവലൈരേന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്ത സംഘം തെക്താത്മശുദ്ധയെ. യോഗികൾ അനാസക്തരായി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ യോഗികള് അനാസക്തരായിക്കൊണ്ട് ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോലും ആത്മശുദ്ധിക്ക് വേണ്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ യോഗികൾ എങ്ങനെ ചെയ്യുന്നത്? അനാസക്തരായിട്ട്, ആസക്തി ഇല്ലാതെ ശരീരവും മനസ്സും ബുദ്ധി ഇതുകൊണ്ടും പിന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോലും എന്തിനു വേണ്ടി പ്രവർത്തിക്കാണ്? ആത്മശുദ്ധിക്ക്, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. യുക്ത കർമാഫലം ത്യക്ത ശാന്തിമാപ്നോതി നൈഷ്ടകീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിപത്യതേ. സ്ഥിരചിത്തനായ ഒരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്കായി അർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. എന്നാൽ ഈശ്വരിൽ വേർപെട്ട് നിൽക്കുന്നവൻ തന്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകിയാൽ അതിൽപ്പെട്ട് വലയുന്നു. അപ്പൊ സ്ഥിരചിത്തനായിട്ടുള്ള ഒരു ഭക്തൻ എന്താണ്? എല്ലാ കർമ്മത്തിന്റെ ഫലം ഭഗവാന് സമർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടാനായിട്ട് സാധിക്കും. എന്നാൽ ഈശ്വരിൽ നിന്ന് വേർപെട്ട് കഴിയുന്നവനോ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങളിൽ അത്യാഗ്രഹിയായത് കൊണ്ട് തന്നെ അതിൽപ്പെട്ട് വലയാണ് ചെയ്യുന്നത്. ഒരാൾ കൃഷ്ണനിൽ ആസക്തനും മറ്റേയാൾ സ്വന്തം കർമ്മഫലങ്ങളിൽ ആസക്തനുമാണ്. അപ്പോ കൃഷ്ണനിൽ ആസക്തനായി കഴിഞ്ഞ വ്യക്തി എന്താണ്? കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കർമ്മഫലങ്ങളിൽ ഒരിക്കലും ഉത്കണ്ഠയുണ്ടാവില്ല. കൃഷ്ണാബോധ പ്രവർത്തനങ്ങളൊക്കെ നിരപേക്ഷ തലത്തിലാണ്. അതിരീന്ദ്രിയങ്ങളാകയാൽ അവയ്ക്ക് ഭൗതിക ഫലങ്ങളില്ല. കൃഷ്ണാവബോധം മനുഷ്യന് പൂർണ്ണ ശാന്തി നൽകുന്നു. കൃഷ്ണൻ ഒഴികെ മറ്റൊന്നിനെ നിലനിൽപ്പില്ലെന്ന സാക്ഷാത്കാരമാണ് ശാന്തിയുടെയും നിർഭയതയുടെയും തലം. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ രഹസ്യം. ഇവിടെ എന്താ പറഞ്ഞത്? കൃഷ്ണനിൽ ആസക്തി ആയി കഴിഞ്ഞാൽ ഒരു വ്യക്തി കൃഷ്ണനിൽ ആസക്തിയെ, കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിയും ശാരീരിക ബോധത്തിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസമല്ല. കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തിയാണെങ്കിൽ എന്താണ്? കൃഷ്ണനിൽ ആസക്തനായിരിക്കും. മറ്റേ ആളാണെങ്കിലോ സ്വന്തം കർമ്മഫലങ്ങളിലാണ് ആസക്തനാവുന്നത്. കൃഷ്ണനിൽ ആസക്തനായിട്ട് അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക്, സ്വന്തം കർമ്മഫലങ്ങളിൽ ആസക്തിയുള്ള വ്യക്തിക്ക് തന്റെ കർമ്മഫലത്തിൽ നിന്നുണ്ടാവും ഉത്കണ്ഠയുണ്ടാകും. ഭഗവാനിൽ ആസക്തനായിട്ടുള്ള വ്യക്തിക്ക് കർമ്മഫലത്തിൽ ഒരിക്കലും ഉത്കണ്ഠയുണ്ടാകില്ല. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളൊക്കെ നിരപേക്ഷ തലത്തിലാണ്. അതീന്ദ്രിയങ്ങളാകയാൽ അവയ്ക്ക് എന്തുണ്ടാവില്ല? ഭൗതിക ഫലങ്ങൾ ഉണ്ടാകില്ല ഒരിക്കലും. കൃഷ്ണാവബോധം മനുഷ്യന് പൂർണ്ണ ശാന്തി നൽകുന്നതാണ്. ഭഗവാൻ ഒഴികെ മറ്റൊന്നിന് നിലനിൽപ്പില്ലെന്ന സാക്ഷാത്കാരമാണ് ശാന്തിയുടെയും നിർഭയതയുടെയും തലം. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ രഹസ്യം. നമുക്ക് കൃഷ്ണാവബോധത്തിലൂടെ മനസ്സിലാകാണ് ഭഗവാന് മാത്രമേ നിലനിൽപ്പുള്ളൂ, മറ്റെല്ലാതും എന്താണ്? ശാശ്വതമായിട്ടുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് എന്തിന്റെ രഹസ്യം? കൃഷ്ണാവബോധത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. സർവകർമാണി മനസ സന്യാസസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. ശരീരസ്ഥനായ ആത്മാവ് തന്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളെയും മനസ്സാ പരിത്യജിച്ചുകൊണ്ട് 9 വാതിലുകളുള്ള പുരത്തിൽ ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു. ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നതുമില്ല. അപ്പൊ ശരീരത്തിന് ആത്മാവ് എവിടെയാ വാഴുന്നത്? എല്ലാ കർമ്മങ്ങളെയും മനസ്സാ പരിത്യജിച്ചുകൊണ്ട് 9 വാതിലുകളുള്ള പുരത്തില് ഭൗതിക ശരീരത്തില് സുഖമായിട്ട് വാഴാണ്. ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. എന്നാര്? ആത്മാവ്.
ദേഹി 9 വാതിലുകളുള്ള പുരത്തിൽ വസിക്കുന്നു. ദേഹി എന്ന വെച്ചാല് ആത്മാവ് 9 വാതിലുകളുള്ള പുരത്തിൽ വസിക്കുന്നു. തന്റെ ശ്രേഷ്ഠതരമായ ഭാവം മറന്നു പോകുന്നത് കൊണ്ട് ജീവന് ശരീരത്തോട് താതാത്മ്യം തോന്നുന്നത്, തന്മൂലം ദുഃഖങ്ങൾക്കിട വരുന്നതും. കൃഷ്ണാവബോധത്തിൽ ജീവന് തന്റെ യഥാർത്ഥ സ്ഥിതി പുനരുജ്ജീവിക്കാൻ കഴിയും. തന്മൂലം തന്റെ ദേഹാവസ്ഥയിൽ നിന്ന് അയാൾക്ക് മോചനം നേടാം. ശരീരത്തിന് 9 വാതിലുകളുണ്ട്. ഏതൊക്കെയാണ്? 2 കണ്ണ്, 2 രാസോദ്വാരങ്ങള്, 2 ചെവി, വായ്, ഗുദം, ഉൽപാദനേന്ദ്രിയങ്ങള്. അപ്പൊ ഇത്തരത്തിൽ 9 വാതിലുകളുള്ള പുരത്തിൽ വസിക്കുന്നതാണ് ആര്? ആത്മാവ്. കൃഷ്ണാവബോധമുള്ളവൻ ഭൗതിക ശരീരത്തിന്റെ എല്ലാ ബാഹ്യാന്തരങ്ങളായ പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാണ്. അപ്പോ ഈ 9 വാതിലുകളുള്ള പുരത്തിൽ വസിക്കുകയാണ് ഇത് ദേഹി. ആത്മാവ് തന്റെ ശ്രേഷ്ഠതരമായ ഭാവം മറന്നു പോയത് കൊണ്ടാണ് ജീവന് ശരീരത്തോട് താതാത്മ്യം തോന്നുന്നതും തന്മൂലം ദുഃഖങ്ങൾക്കിടവരുന്നതും. അപ്പൊ യഥാർത്ഥ സ്ഥിതി പുനരുജ്ജീവിക്കാനായിട്ട് കൃഷ്ണാവബോധം കൊണ്ട് ജീവന് കഴിയും. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് തന്റെ ദേവാഹാവസ്ഥയിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. അപ്പൊ 9 വാതിലുകളാണ് ഒരു ശരീരത്തിനുള്ളത്. ഏതൊക്കെയാണ്? 2 കണ്ണ്, 2 നാസാധാരങ്ങള്, 2 ചെവി, വായ്, ഗുദം, ഉൽപാദനേന്ദ്രിയങ്ങള്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിലാണ് ആരിയിരിക്കുന്നത്? ആത്മാവ് ഇരിക്കുന്നത്. പറഞ്ഞ ശരീരത്തിന്റെ 9 വാതിലുള്ള പുരത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ന കൃതം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മ ഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ശരീരസ്ഥനായ ആത്മാവ് തന്റെ ശരീരമാകുന്ന പുരത്തിന്റെ ഉടമസ്ഥൻ. കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല, കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നതുമില്ല. പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണം. അപ്പൊ ശരീരസ്ഥനായ ആത്മാവ് തന്റെ ശരീരമാകുന്ന പുരത്തിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നില്ല? കർമ്മം ഉണ്ടാക്കുന്നില്ല, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല, കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇതിനെല്ലാം കാരണം എന്താണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് ഇതിനെല്ലാം കാരണം. അപ്പൊ സ്മരണാതീത കാലം മുതൽക്കേയുള്ള അവിദ്യയാണ് ശാരീരിക ക്ലേശത്തിനും ദുഃഖത്തിനും കാരണമാകുന്നത്. എന്താണ്? മരണാതീത കാലം മുതലെയുള്ള അവിദ്യയാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ദുഃഖത്തിനും കാരണം. ശരീരത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവൻ ഒഴിഞ്ഞു പോയി നിൽക്കുകയാണെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലത്തിൽ നിന്ന് മുക്തനാകാനായിട്ട് സാധിക്കും. ദിവ്യമായ കൃഷ്ണാവബോധം കൊണ്ട് ഒരു കടലിൽ നിന്ന് രക്ഷ നേടുക, അത് മാത്രമേ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഉള്ളൂ. ഈ കഷ്ടപ്പാടിനും എല്ലാ കഷ്ടപ്പാടിനും ഉത്തമമായ നിവാരണോപായം അത് മാത്രം. അപ്പൊ കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവൻ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഫലത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മുക്തി നേടാനായിട്ട് സാധിക്കും. അപ്പൊ കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ നമുക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. നാദത്തെ കസ്യചിത് പാപം ചൈവ സുകൃതം വിപുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണങ്ങളാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാകുന്നത്. അപ്പൊ സർവേശ്വരൻ ആരുടെയും എന്ത് ചെയ്യുന്നില്ല? ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ എന്താകുന്നത്? വ്യാമോഹിതരായി തീരുന്നത്. അപ്പൊ സർവേശ്വരൻ ഒരാളുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ജീവജാലങ്ങള് വ്യാമോഹിതരാകുന്നത്. എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ട്. അല്ലാതെ ആരുടെയും പുണ്യപാപ ഫലങ്ങളെ ആര് സ്വീകരിക്കുന്നില്ല? സർവേശ്വരൻ ഭഗവാൻ സ്വീകരിക്കുന്നില്ല. ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ്? ജ്ഞാനം, ഐശ്വര്യം, ബലം, കീർത്തി, സൗന്ദര്യം, വൈരാഗ്യം, ഇങ്ങനെ 6 ഗുണങ്ങള് ഉള്ള ഒരു വ്യക്തി മുഴുവനും എന്താ പറയുന്നത്? 6 ഗുണങ്ങള് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്നത് ആരാണോ അദ്ദേഹമാണ് ആര്? ഭഗവാൻ. സർവേശ്വരൻ ആരാണ്? വിഭു ആണ്. വിഭു ആത്മാവാണ്. മറ്റത് ജീവാത്മാവ് അണു ആത്മാവാണ്. ഭഗവാൻ വിഭു ആയിരിക്കും, ജീവാത്മാവ് വെറും അണുവാണ്. ജീവാത്മാവായതുകൊണ്ട് അവനെ സ്വന്തമായി ചിന്തിക്കാനും ആഗ്രഹിക്കാനും കഴിവുണ്ട്. അപ്രകാരമുള്ള ആഗ്രഹങ്ങളെ നിവർത്തിച്ച് ശക്തനായ ഭഗവാന് മാത്രമേ സാധിച്ചു കൊടുക്കാൻ സാധിക്കൂ. അപ്പൊ ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു ഭഗവാൻ കൊടുക്കുന്നുണ്ടെങ്കിലും ആ ചെയ്യുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും ഉത്തരവാദി ആരാണ്? ജീവാത്മാവ് തന്നെയാണ്. ഭഗവാൻ അതില് യാതൊരു പങ്കുമില്ല.
സർവേശ്വരൻ ആരെയും ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ തോന്നുന്നെങ്കിലും സർവേശ്വരൻ ഒരാളെയും ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നില്ല. അപ്പൊ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും ഭഗവാൻ ആഗ്രഹം അനുസരിച്ച്, ജീവാത്മാവിന്റെ ആഗ്രഹം അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതല്ലാതെ അതിൽ ആർക്ക് പങ്കില്ല? ഭഗവാന് യാതൊരു പങ്കുമില്ല. ചെയ്യുന്ന കർമ്മത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ആ ജീവാത്മാവിന് തന്നെയാണ്. ജ്ഞാനേനാതു തദജ്ഞാനം യേഷാം നാശിതം ആത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശാതി തത്പരം. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാകുമ്പോൾ പകൽ സമയത്ത് സൂര്യനെല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ടുള്ള പ്രകാശിതനാകുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം, അജ്ഞാനം നശിപ്പിച്ച് ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രകാശം വരും. അജ്ഞാനമാണ് ഇരുട്ട്, പ്രകാശം എന്താണ്? ജ്ഞാനമാണ്. ജ്ഞാനത്തിന് നമുക്ക് പ്രകാശം ഉണ്ടാവും, അജ്ഞാനം കൊണ്ട് ഇരുട്ടുണ്ടാവും. അപ്പൊ പകൽ സമയത്ത് സൂര്യൻ എങ്ങനെയാണോ പ്രകാശിപ്പിക്കുന്നത് അതേപോലെ തന്നെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ സർവ്വതും പ്രകാശിതമായി തീരും. കൃഷ്ണനെ മറന്നവർ തീർച്ചയായും പരിഭ്രാന്തരാവുകയും ചെയ്യും. കൃഷ്ണാബോധം കൈവന്ന ഒരാളിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ലഭ്യമാകുള്ളൂ. ഈശ്വരന്റെ ഒരു പ്രതിനിധിയെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഈശ്വരനെയും ഈശ്വരനുമായുള്ള തന്റെ ബന്ധത്തെയും കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. തനിക്ക് ആധ്യാത്മിക ജീവിതത്തിൽ വ്യക്തിത്വമുണ്ടെന്ന് മനസ്സിലാക്കലാണ് യഥാർത്ഥ ജ്ഞാനം. എപ്പോഴാണോ ഈശ്വരന്റെ ഒരു പ്രതിനിധിയെ കണ്ടുമുട്ടുന്നത് അപ്പോൾ മാത്രമേ തനിക്കും ഈശ്വരനുമായുള്ള ബന്ധത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അങ്ങനെ കൃഷ്ണാവബോധം കൈവരുന്ന ഒരാളിലാണ് എന്തുണ്ടാവണം? യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുന്നത്. എപ്പോഴാണോ ഭഗവാന്റെ പ്രതിനിധിയെ കണ്ടുമുട്ടുന്നത് അപ്പോൾ മാത്രമേ ഭഗവാനും താനുമായുള്ള തന്റെ ബന്ധത്തെ കുറിച്ച് അറിയാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നുള്ളൂ. അപ്പൊ എപ്പോഴാണ് ഒരു വ്യക്തിക്ക് പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ നീങ്ങി മുക്തിയിലേക്ക് മുന്നേറാൻ സാധിക്കുന്നത്? തത്ബുദ്ധയാ തദാത്മാന തന്നിഷ്ഠ തത്പരായണഃ ഗച്ഛന്ത്യാ പുനരാവർത്തിം ജ്ഞാന നിർധൂത കൽമഷഃ. ബുദ്ധി, മനസ്സ്, വിശ്വാസം, ആശ്രയം ഇത് പരമ്പൊരുളിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പൂർണ്ണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു. അപ്പൊ എപ്പോഴാണോ മനസ്സ്, ബുദ്ധി, വിശ്വാസം, ആശ്രയം ഈ 4 കാര്യങ്ങൾ ഭഗവാൻ ഉറപ്പിച്ചു നിർത്തുന്നത് അപ്പൊ എന്താ പറഞ്ഞത്? പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴാണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ബുദ്ധി, മനസ്സ്, വിശ്വാസം, ആശ്രയം ഇതെല്ലാം പരമ്പൊരുളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എപ്പോഴാണോ അപ്പോൾ പൂർണ്ണജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. വിദ്യ വിനയ സമ്പന്നെ ബ്രഹ്മണേ ഗവിഹസ്തിനി ശുനി ശൈവ സ്വപാകേച്ച പണ്ഡിത സമദർശിനഃ. അറിവും വിനയമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാന്വിതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത്. ഇപ്പൊ അറിവും വിനയമുള്ള ബ്രാഹ്മണൻ, പശു, ആന, നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലൻ ഇവരൊക്കെ എങ്ങനെ കാണാൻ സാധിക്കാണ്? സമദൃഷ്ടിയോടെ കാണാനായിട്ട് യഥാർത്ഥ ജ്ഞാനമുള്ള പണ്ഡിതന് സാധിക്കുമെന്ന് പറയാണ്. യഥാർത്ഥ ജ്ഞാനവും വിനയാന്വിതനുമായിട്ടുള്ള ഒരു പണ്ഡിതന് കാണാനായിട്ട് സാധിക്കും. കൃഷ്ണാവബോധം ഉദിച്ചവർക്ക് വർഗവിവേചനമോ ജാതിഭേദമോ ഇല്ല. അപ്പൊ വർഗവിവേചനവും ജാതിഭേദവും ആർക്കില്ല? കൃഷ്ണാവബോധത്തിലുള്ളവർക്ക്, അത് ഉദിച്ചവർക്ക് ഉണ്ടാവില്ല. ശ്രീ ഭഗവാൻ പരമാത്മാവെന്ന സമ്പൂർണ്ണ അംശത്താൽ സർവ്വജീവികളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുവെന്ന് ബോധം ഉദിച്ചത് കൊണ്ടും ഭഗവാനുമായി അവർക്ക് ബന്ധമുള്ളത് കൊണ്ടുമാണ് വിനയാന്വിതരായ പണ്ഡിതന്മാർ സമദൃഷ്ടിയോടെ വീക്ഷിക്കുന്നത്. അപ്പൊ ഭഗവാൻ പരമാത്മാവെന്ന് സമ്പൂർണ്ണ അംശത്താൽ സർവ്വജീവികളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു എന്ന ബോധം ഉദിച്ചത് കൊണ്ട്, അപ്പൊ ഭഗവാൻ പരമാത്മാ രൂപത്തിൽ എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ള ബോധം ഉദിച്ചത് കൊണ്ടും ഭഗവാനുമായി അവർക്ക് ബന്ധമുള്ളത് കൊണ്ടും ആണ് വിനയാന്വിതരായ പണ്ഡിതന്മാർ സമദൃഷ്ടിയോടെ വീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാനുമായിട്ട് അവർക്ക് എന്തുണ്ട്? അവർക്ക് ബന്ധമുള്ളത് കൊണ്ട്. അപ്പൊ ഒന്ന് എന്താ പറഞ്ഞത്? എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തില് ഭഗവാൻ സമ്പൂർണ്ണാംശത്താൽ കുടികൊള്ളുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഭഗവാനുമായിട്ട് അവർക്ക് ബന്ധമുള്ളത് കൊണ്ടുമാണ് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നത്? എല്ലാം സമദൃഷ്ടിയോടെ കാണാനായിട്ട് സാധിക്കുന്നത്. പരമാത്മാവ് സർവ്വ ശരീരങ്ങളിലും ഉണ്ടായിരുന്നിരിക്കെ ഒരേ ഒരു പ്രത്യേക ശരീരത്തിൽ മാത്രമാണ് ജീവാത്മാവ് കുടികൊള്ളുക എന്ന് കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ പരമാത്മാവ് എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ടാവും, പക്ഷെ ജീവാത്മാവാണെങ്കിലോ ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളിലും മാത്രമായിരിക്കും ജീവാത്മാവ്
പരമാത്മാവ് ഉണ്ടാക്കും. ഇത് ആർക്കറിയാൻ സാധിക്കും? കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരു വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കും. പരമാത്മാവിനും ജീവാത്മാവിനും പൊതുവിലുള്ള സവിശേഷത എന്താണ്? ഒന്ന് അവബോധമുള്ള അവസ്ഥ, രണ്ട് സച്ചിദാനന്ദ സ്വഭാവമാണ്. ഈ രണ്ട് കൂട്ടർക്കും ഒരേപോലെ ഉള്ളത്. ഒന്ന് അവബോധം, രണ്ട് സച്ചിദാനന്ദ സ്വഭാവം. ഇത് രണ്ടുമാണ് ഒരേപോലെ വരുന്നത്. ഇഹൈവാതൈർചിതാ സർഗോ യേഷാം സാമ്യസ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനന മരണ അവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരുമാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. അപ്പൊ ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ, ആരുടെ മനസ്സാണോ സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നത്, അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു എന്ന് പറയാം. ഒരാളുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരുമാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. അപ്പൊ അവർക്ക് സമഭാവനയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ജനന മരണത്തെ ജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും, ആ അവസ്ഥയെ. പക്ഷെ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരായതുകൊണ്ട് അവർ എങ്ങനെയുള്ളവരാണ്? ബ്രഹ്മപദസ്ഥരുമാണ്. അവർക്ക് ബ്രഹ്മത്തിലേക്കാണ് അവരെ കാണുന്നത് നമ്മള്. മനസ്സിന്റെ സമനില ആത്മസാക്ഷാത്കാരത്തിന്റെ ലക്ഷണമാണ്. ആത്മജ്ഞാനത്തിലൂടെ സമഭാവനയിലേക്ക് ഉയരുമ്പോൾ ബദ്ധാവസ്ഥയിൽ നിന്ന് മുക്തനാവും. പിന്നെ അത് ആ ജീവന് ഭൗതിക ലോകത്തിൽ പിറവിയില്ല. അപ്പോ രാഗദോഷങ്ങളില്ലാത്തതിനാൽ ഭഗവാൻ ദോഷരഹിതനാണ്. ദോഷങ്ങൾ ഒഴിഞ്ഞ ജീവനും അതേവിധം ദോഷരഹിതനും പരമവ്യോമം പോകാൻ അർഹനുമാകുന്നു. അപ്പൊ രാഗദോഷങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭഗവാൻ എങ്ങനെയാണ്? ദോഷരഹിതനാണ്. ദോഷരഹിതങ്ങളായ ജീവനും അതേവിധം തന്നെ എന്താണ്? ദോഷരഹിതനാണ്. പരവ്യോമം പോകാനായിട്ട് അർഹനുമാകുന്നു. പരവ്യോമം എന്ന് വെച്ചാല് വൈകുണ്ഠ ലോകങ്ങളിൽ പോകാൻ അവർക്ക് അർഹതയുണ്ടായിരിക്കും. അപ്പൊ മനസ്സിന്റെ സമനില ആത്മസാക്ഷാത്കാരത്തിന് എന്താണ്? സാക്ഷാത്കാരമാണ്. ആത്മജ്ഞാനത്തിലൂടെ സമഭാവനയിലേക്ക് ഉയരുമ്പോൾ ആ ബദ്ധാവസ്ഥയിൽ നിന്ന് മുക്തനാകാനായിട്ട് സാധിക്കും. പിന്നെ ആ ജീവൻ ഒരിക്കലും ഭൗതിക ലോകത്തില് പിറവിയെടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ബൃഹർഷേത്പ്രിയം പ്രാപ്യ നോതി ചേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധീര സമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തതിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതികാതീതം തന്നെ. അപ്പൊ ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തതിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായിട്ട് ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ എങ്ങനെയാണ്? ഈ ഭൗതികത്തിന് അതീതനാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി എന്തില്ല? ആനന്ദം വരുമ്പോ കുറെ ആനന്ദിക്കുന്നില്ല, ആനന്ദകരമല്ലാത്തതില് ദുഃഖിക്കുന്നുമില്ല. സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായിട്ട് ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ എങ്ങനെയാണ്? ഭൗതികത്തിന് അതീതനാണ് ആ വ്യക്തി. ശരീരവും താനും ഒന്നാണെന്നുള്ള മിഥ്യാബോധം ഉണ്ടാവില്ലെന്നതാണ് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിയുടെ ലക്ഷണം. അപ്പൊ ശരീരവും താനും ഒന്നാണെന്നുള്ള ഒരു മിഥ്യബോധം ആർക്കുണ്ടാവില്ല? ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. പിന്നെന്താ പറയുന്നത്? താൻ കാണുന്ന ദേഹമല്ലെന്നും ഭഗവാന്റെ ഒരു അംശമാണെന്നും അയാൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേട്ടത്തിൽ മതിമറന്ന് അയാൾ ആഹ്ലാദിക്കുന്നില്ല. ശാരീരികമായി തനിക്ക് ബന്ധപ്പെട്ടതെങ്കിലും നഷ്ടമായാൽ ദുഃഖിക്കുന്നുമില്ല. ഈ ബുദ്ധിയാണെന്ത്? സ്വബുദ്ധി അല്ലെങ്കിൽ സ്ഥിരബുദ്ധി. സർവവിധനെയും പരമപുരുഷനോട് താതാത്മ്യം നേടാമെന്ന വ്യാമോഹത്തോടെ അതിന് ശ്രമിക്കാതെ തന്റെ മൂലസ്വരൂപം എന്തെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ബ്രഹ്മസാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം. ഈ സ്ഥിരമായ ബോധത്തെ കൃഷ്ണാവബോധം എന്ന് പറയുന്നു. അപ്പൊ ശരീരം താനും ഒന്നാണെന്നുള്ള മിഥ്യാബോധം ഉണ്ടാവില്ല എങ്ങനെയുള്ള വ്യക്തിക്ക്? ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു വ്യക്തിക്ക്. താൻ ഇക്കാണുന്ന ദേഹമല്ല, താൻ ഭഗവാന്റെ ഒരു അംശമാണെന്നും അയാൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഉണ്ടാകുന്ന നേട്ടത്തിലും മതിമറന്ന് ആഹ്ലാദിക്കുന്നില്ല, ദുഃഖിക്കുന്നുമില്ല ദുഃഖം വരുമ്പോ. പിന്നെ അത് മാത്രല്ല, മാനസിക സർവ്വവിധനെയും ഭഗവാനോട് താതാത്മ്യം നേടാമെന്ന വ്യാമോഹത്തോടെ അതിന് ശ്രമിക്കാതെ തന്റെ മൂലസ്വരൂപം എന്തെന്ന് മനസ്സിലാക്കി ബ്രഹ്മസാക്ഷാത്കാരം നേടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ബാഹ്യസ്പർശേഷു സക്താത്മാ വിധന്ത്യാത്മനി യസ്സുഖം സാ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയം അശ്നുതേ. മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാവില്ല. അയാൾ സമാധി കൊണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. അപ്പോ മുക്തനായ ഒരാൾക്ക് എങ്ങനെയാണ്? ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ എന്തുണ്ടാവില്ല?
ആസക്തി ഉണ്ടാകില്ല. അയാൾ സമാധി പൂണ്ടിട്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നതാണ് ആര്? മുക്തനായിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിക്ക് ഒരിക്കലും ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാകില്ല. സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. പരമതത്വത്തിൽ ഏകാഗ്രമായി മനസ്സ് ഉണ്ണുന്നതോടുകൂടി ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. അപ്പൊ ഏകാഗ്രമായിട്ട് പരമതത്വത്തിൽ ഏകാഗ്രമായി മനസ്സ് ഉണ്ണുന്നത് കൊണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും പരമാനന്ദം ആ വ്യക്തി എന്താണ്? ആത്മസാക്ഷാത്കാരം നേടാണ്, ആത്മസാക്ഷാത്കാരം ലഭിക്കും. അപ്പൊ ആ വ്യക്തിക്ക് എന്തനുഭവിക്കാണ്? പരമാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് പറയുന്നത്? പരമതത്വത്തില് ഏകാഗ്രമായി മനസ്സുന്നത് കൊണ്ട്. പരമതത്വത്തില് ആ പരമമായ ആ തത്വം, പരമമായ സത്യത്തില് മനസ്സുന്നത് കൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരം ലഭിച്ച ആ വ്യക്തിക്ക് പരമാനന്ദം, ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. യേഹി സംസ്പർശജ ഭോഗ ദുഃഖ യോനേയ ഏവത്തെ ആദ്യന്തവന്ത കൗന്ദേയ നാഥേ ശൂരമതേ ബുധഃ. ബുദ്ധിമാന്മാർ ഭൗതികേന്ദ്രിയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളത് കൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല. അപ്പൊ ബുദ്ധിമാന്മാര് ഭൗതിക ഇന്ദ്രിയങ്ങൾ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ ഒരിക്കലും പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് എന്തുണ്ട്? ആദ്യവും അവസാനവും ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിമാന്മാർ ഒരിക്കലും അതിലെന്തുണ്ടാവുന്നില്ല? സന്തോഷവും കൊള്ളുന്നില്ല, ദുഃഖം കൊള്ളുന്നില്ല. കാരണം ഭൗതിക സുഖങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും, ഭൗതികമായ കാര്യങ്ങൾ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും ബുദ്ധിമാന്മാർ ഒരിക്കലും സന്തോഷം കൊള്ളുന്നില്ല, ദുഃഖം കൊള്ളുന്നില്ല. ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാവുക, അത് ക്ഷണികമാണ്. യോഗികൾ പരമസത്യത്തിൽ നിന്ന് അനന്തവും ഇന്ദ്രിയാതീതവുമായ ആനന്ദം അനുഭവിക്കുന്നു. യഥാർത്ഥ യോഗികളാകട്ടെ വിജ്ഞരായ അതീന്ദ്രിയ ജ്ഞാനികളാകട്ടെ വിഷയസുഖങ്ങളിൽ ആസക്തരാകാറില്ല. ഭൗതിക സുഖ ആസക്തനാണോ അത്രയും കൂടുതൽ ഭൗതിക ക്ലേശത്തിന് ഇരയാകും. അപ്പൊ എത്രത്തോളം നമ്മൾ ഭൗതികമായ സുഖങ്ങൾ ആസ്വദിക്കുന്നോ അത്രത്തോളം നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഭൗതികമായ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടത് വരും. അപ്പൊ എത്രത്തോളം നമ്മൾ സുഖങ്ങൾ അനുഭവിക്കുന്നോ അത്രത്തോളം നമുക്ക് ക്ലേശങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഇന്ദ്രിയ സുഖങ്ങൾ അതെന്താണ്? അത് ക്ഷണികമാണ്. ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാകുന്നത്, ക്ഷണികമായിട്ടുള്ളതാണ്. യഥാർത്ഥ യോഗികളാണെങ്കിലോ വിജ്ഞരായ അതീന്ദ്രിയ ജ്ഞാനികളാകട്ടെ അവരൊരിക്കലും വിഷയങ്ങളിലെ ആസക്തി ഉണ്ടാകുന്നില്ല. ശക്നോതിഹൈവ ശ്രേയസ്യോട്ടും പ്രാക്ശരീരാവിമോക്ഷണാത് കാമക്രോധാത് ഭവം വേഗം സായുക്താസ സുഖീ നരഹ. ഈ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു, അയാൾ ലോകത്തിൽ സന്തോഷവാനാണ്. അപ്പോ ഈ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് തന്നെ ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആള് നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു, അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. അപ്പൊ ഈ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ്? ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കുക, ഭൗതികമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുക, പിന്നെ കാമക്രോധങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ്? നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്ന ആളാണ്, അയാളാണ് ഈ ലോകത്തില് സന്തോഷവാൻ. കാരണം ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചു. അപ്പൊ അയാൾക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയിൽ ശരിക്കും മുന്നേറണമെങ്കിൽ ഒരാൾ ഭൗതികേന്ദ്രിയങ്ങളുടെ പ്രാബല്യത്തെ നിയന്ത്രിച്ചേ പറ്റും. അപ്പൊ ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ അല്ലെങ്കിൽ ആ വഴിയിൽ നമുക്ക് മുന്നേറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഭൗതിക ഇന്ദ്രിയങ്ങളുടെ പ്രാബല്യം നിയന്ത്രിച്ചേ പറ്റൂ. വാക്ക്, മനസ്സ്, ഉദരം, ജനനേന്ദ്രിയം, രസന, ക്രോധം ഇവയ്ക്കെല്ലാം ഉണ്ട് ഗണ്യമായ ശക്തി. വ്യത്യസ്തങ്ങളായ ഈ ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിനെയും കീഴടക്കാൻ സാധിച്ചവൻ ഗോസ്വാമി അഥവാ സ്വാമി എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? ഗോസ്വാമി. ഗോ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ, ഇന്ദ്രിയങ്ങളുടെ യജമാനനാര്? ഗോസ്വാമി. ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാൻ കഴിയുമെങ്കിൽ ആത്മസാക്ഷാത്കാരമായി, ആത്മസാക്ഷാത്കാരത്തിൽ ഒരാൾ സന്തുഷ്ടനാകുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. അങ്ങനെ സന്തുഷ്ടനാകാനും നമുക്ക് സാധിക്കും. യോന്ത സുഖേന്ദ്രാരാത്മാ സ്ഥാന്തർ ജ്യോതിരേവയഃ സായോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മഭൂതോധി ഗച്ഛതി. ഊർജ്ജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമാണ് ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി. ബ്രഹ്മനിർവാണം പൂകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും. അപ്പൊ ഊർജ്ജസ്വലനും
ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായ ഒരാളാണ് ആര്? അന്തർമുഖനായ തികഞ്ഞ യോഗി. ബ്രഹ്മനിർവാണം പൂകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. ഊർജ്ജസ്വലനാണ്, ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നതിനുമായ ഒരാളാണ് ആര്? അന്തർമുഖനായിട്ടുള്ള തികഞ്ഞ യോഗി എന്ന് പറയുന്നത്. ബ്രഹ്മനിർവാണം പൂകിയ അയാള് മരണാനന്തരം അയാൾക്ക് എന്ത് സാധിക്കാണ്? പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു തികഞ്ഞ യോഗി, അന്തർമുഖനായിട്ടുള്ള യോഗി എന്ന് പറഞ്ഞത് എന്താണ്? ഊർജ്ജസ്വലനാണ്, ആനന്ദം സുഖം തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായിട്ടുള്ള ഒരാളാണ് ആര്? അന്തർമുഖനായിട്ടുള്ള യോഗി എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യക്തി ബ്രഹ്മനിർവാണം പൂകിയ അയാളാണ്. മരണശേഷം ആൾക്ക് എന്ത് സാധിക്കും? പരമമായ പദം പ്രാപിക്കാനായിട്ട് ആൾക്ക് സാധിക്കും. മുക്തനായ ഒരാൾ ബാഹ്യവും ഭൗതികവുമായ സുഖം ആഗ്രഹിക്കുകയില്ല. ഇതാണ് ബ്രഹ്മഭൂതാവസ്ഥ. ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയ യോഗി സ്വധാമമായ ഭഗവത് ധാമം പ്രാപിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഭാഗ്യവും ഭൗതികവുമായിട്ടുള്ള സുഖം ഗ്രഹിക്കാത്തൊരവസ്ഥയാണ് എന്ത്? ബ്രഹ്മഭൂതാവസ്ഥ. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആ യോഗിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവാന്റെ ധാമം പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ലഭന്തെ ബ്രഹ്മനിർവാണ മൃഷയാ ക്ഷീണ കൽമഷഃ ചിന്നദ്വൈതയതാത്മാന സർവഭൂതാഹിതേ രഥഃ. സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സർവ്വപാപങ്ങളിൽ നിന്നും മോചനം നേടിയിട്ടുള്ളവരുമായി ബ്രഹ്മനിർവാണം പോകുന്നു. അപ്പൊ എന്താണ് പറഞ്ഞ? സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായവര്, നമ്മളെ സംശയങ്ങളിൽ നിന്നുള്ള ദ്വന്ദ്ങ്ങൾ മാറിയിട്ടുള്ളവര്, മനസ്സ് തന്നെ വ്യാപരിപ്പിക്കുന്നവര്, എപ്പോഴും സകല ജീവജാലങ്ങളുടെ ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവര്, സർവ്വപാപങ്ങളിൽ നിന്നും മോചനം നേടിയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബ്രഹ്മനിർവാണം പോകാനായിട്ട് സാധിക്കും. ബ്രഹ്മനിർവാണം പോകാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഇവിടെ പറയുന്നത് പരമാസ്വാദകനും പരമാധികാരിയും പരമസുഹൃത്തും കൃഷ്ണനാണെന്ന സത്യം വിസ്മരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യവർഗത്തിന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. എപ്പോഴാണ് അപ്പൊ ഒരു മനുഷ്യവർഗത്തിന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? എപ്പോഴാണ്? പരമാസ്വാദകൻ, പരമാധികാരി, പരമസുഹൃത്ത് ഇതാരാണ്? ഭഗവാനാണെന്ന സത്യം മറന്നു പോകുമ്പോ അപ്പോഴാണ് മനുഷ്യവർഗത്തിന് എന്തനുഭവിക്കേണ്ടി വരുന്നത്? ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. പരമാസ്വാദകനും പരമാധികാരിയും പരമസുഹൃത്തും ഭഗവാനാണെന്ന സത്യം വിസ്മരിക്കുമ്പോഴാണ് മനുഷ്യവർഗത്തിന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ജീവിതത്തിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിൽ നേരിടുന്ന ക്ലേശങ്ങൾക്ക് കാരണം ഭഗവാനുമായി മനുഷ്യനുള്ള ബന്ധത്തെ മറക്കുന്നതാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രയത്നത്തില് കാരണം. കൃഷ്ണനുമായുള്ള ആ ബന്ധത്തെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയവർ ഭൗതിക ശരീരത്തിൽ തന്നെ ഒരിക്കലും മുക്താത്മാവാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയവർ, ഭഗവാനും താനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയവർ എന്താണ്? ഭൗതിക ശരീരത്തിലാണ് ഇരിക്കുന്നെങ്കിലും അവരെങ്ങനെയാണ്? അവര് മുക്താത്മാക്കളായിരിക്കും. ഭഗവാനെ കുറിച്ച് തത്വത്തിൽ മനസ്സിലാക്കിയവരാണ് അവർ. കാമ ക്രോധ വിമുക്താനാം യദീനാം യഥചേതസാം അഭീതോ ബ്രഹ്മ നിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപദ പ്രാപ്തി സുനിശ്ചിതമാണ്. അപ്പൊ കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാത്കാരം നേടിയവർക്ക് എന്താണ്? പരമപദ പ്രാപ്തി സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന സാക്ഷാത്കാരം നേടിയവർക്ക് എന്താണ്? അചിരേണ പരമപദ പ്രാപ്തി സുനിശ്ചിതമായിരിക്കും. അപ്പൊ എന്ത് വേണം? കാമക്രോധങ്ങൾ ഒഴിയണം, അച്ചടക്കത്തോടെ എന്തിനു വേണ്ടി പ്രയത്നിക്കണം? പരിപൂർണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, പിന്നെ അനവരതം യത്നിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ സാക്ഷാത്കാരം നേടിയവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. മുക്തിക്ക് വേണ്ടി നിരന്തരം യത്നിച്ചു കൊണ്ടിരിക്കുന്ന പവിത്ര ആത്മാക്കളിൽ വെച്ച് ഉത്തമനാണ് ആര്? കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ. കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ആഗ്രഹം ഭക്തനായ ജീവാത്മാവിൽ ആഴത്തിൽ വേരൂന്നി കിടക്കുകയാണ്. ഏറെ പരിശ്രമിച്ചാലും മഹർഷിമാർക്ക് പോലും അത്തരം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട്. കൃഷ്ണാവബോധത്തോടെ നിരന്തരം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തനാകട്ടെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം നേടി പെട്ടെന്ന് തന്നെ പരമപദത്തിലെ
പ്രാപ്തി ലഭിക്കുന്നു. നോട്ടം കൊണ്ട് മാത്രമാണ് മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത്, ധ്യാനം കൊണ്ടും. അതുപോലെ കൃഷ്ണാവബോധമുള്ള ഭക്തനും ഭഗവത് ധാമത്തിൽ നിന്ന് വിദൂരസ്ഥനെങ്കിലും നിരന്തരമായ ധ്യാനം കൊണ്ടും കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ടും ആ ധാമത്തിലേക്ക് സ്വയം ഉയരാനായിട്ട് സാധിക്കും. നമ്മൾ 1ാമത്തെ ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മുക്തിക്ക് വേണ്ടി നിരന്തരം യത്നിച്ചു കൊണ്ടിരിക്കുന്ന പവിത്രാത്മാക്കൾ വെച്ച് ഉത്തമനാണ് ആര്? കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരു വ്യക്തി. എത്ര കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ആഗ്രഹം ഭക്തനായ ജീവാത്മാവില് ആഴത്തില് കിടക്കുകയാണ്. അത് എത്ര ശ്രമിച്ചാലും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പ്രയാസമാണെന്ന് പറഞ്ഞാണ്. കൃഷ്ണാവബോധത്തോടെ നിരന്തരം ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തനോ പൂർണ്ണമായിട്ടുള്ള ആത്മസാക്ഷാത്കാരം നേടി പെട്ടെന്ന് തന്നെ പരമപദ പ്രാപ്തി ലഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ മത്സ്യം എങ്ങനെയാണ്? നോട്ടം കൊണ്ടാണ് മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത്, ധ്യാനം കൊണ്ടും. അതുപോലെ തന്നെ കൃഷ്ണാവബോധമുള്ള ഒരു ഭക്തൻ ഭഗവാന്റെ ധാമത്തിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും നിരന്തരമായ ധ്യാനത്തിലൂടെ കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് എന്ത് ചെയ്യാണ്? സ്വധാമത്തിലേക്ക് ഇവിടുന്ന് സ്വയം ഉയരാനായിട്ട് സാധിക്കും. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യം ചക്ഷു ശൈവാന്തരേ ഭ്രവുഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയ മനോ ബുദ്ധിർ മുനിർ മോക്ഷാപരായണഃ ബാഹ്യവിഷയങ്ങളെല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസാധാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു. സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന ആൾ മുക്തൻ തന്നെ. അപ്പൊ എന്താ പറയുന്നത്? ബാഹ്യവിഷയങ്ങളെല്ലാം നിരോധിച്ച് പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിച്ച് ശ്വാസോച്ഛ്വാസങ്ങളെ നാസാധാരങ്ങളുടെ സമനിലയിൽ നിർത്തി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മനസ്സ് ബുദ്ധി ഇതിനെ നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി എന്താണ്? രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും രാഗദ്വേഷങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഭയത്തിൽ നിന്നും മോചനം നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് കഴിയുന്ന ഒരാൾ എങ്ങനെയാണ്? മുക്തൻ തന്നെയാണ്. അപ്പൊ അയാൾ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്? ബാഹ്യവിഷയങ്ങളെല്ലാം നിരോധിക്കാണ്. പിന്നെ പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിക്കാണ്. ശ്വാസത്തെ നിയന്ത്രിക്കാണ്. അതിനെ സമനിലയിൽ വെക്കാണ് നാസാധാരത്തില്. പിന്നെ ഇന്ദ്രിയങ്ങള് മനസ്സ് ബുദ്ധി ഇതിനെ നിയന്ത്രിക്കാണ്. അങ്ങനെ എന്തിലേക്ക് എത്താണ്? മുക്തി ലക്ഷ്യമാക്കിയിട്ട് പോകാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭയത്തിൽ നിന്നും മോചനം നേടാനായിട്ട് സാധിക്കും. യമ നിയമ ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാന സമാധി എന്നിങ്ങനെ 8 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഈ 8 അടങ്ങിയതാണ് എന്ത്? അഷ്ടാംഗ യോഗം. യോഗ സിദ്ധാന്തങ്ങളെ പ്രവൃത്തിയിൽ വരുത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? കൃഷ്ണാവബോധത്തിലൂടെയാണ് ഏറ്റവും എളുപ്പത്തില് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? യോഗ സിദ്ധാന്തങ്ങളെ പ്രവൃത്തിയിൽ വരുത്താനായിട്ട് ഏറ്റവും എളുപ്പം കൃഷ്ണാവബോധത്തിൻ്റെതാണ്. കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾ സദാ ഭക്തിപൂർവമായ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കിയാൽ മറ്റുള്ള വിഷയങ്ങളിൽ ചെയ്യില്ല, ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ച് അപകട സാധ്യത ഉണ്ടാക്കുന്നില്ല. അപ്പൊ കൃഷ്ണാവബോധം ഉദിച്ച ഒരു വ്യക്തി സദാ ഭക്തിപൂർവമായ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങള് മറ്റുള്ള വിഷയങ്ങളിൽ വ്യാപരിപ്പിച്ചുകൊണ്ട് എന്തുണ്ടാക്കുന്നില്ല? അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നില്ല. ഭോക്താരാം യജ്ഞ തപസാം സർവലോകാമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുതകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. അപ്പോ എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവാണ്, ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനാണ്, എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുതകാംക്ഷിയുമാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തിക്ക് എന്താണ്? ഭൗതികമായ ക്ലേശങ്ങളെല്ലാം ഒഴിഞ്ഞ് ശാന്തി നേടാനായിട്ട് സാധിക്കും. അപ്പോ ഇത് ഭഗവത്ഗീതയിലെ ശാന്തി ശ്ലോകം എന്നാണ് അറിയപ്പെടുന്നത്. ശാന്തി ശ്ലോകം എന്നറിയപ്പെടുന്നത് 5ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. കൃഷ്ണ ഭഗവാനാണ് സർവ്വലോകങ്ങളുടെയും തദ്വാസികളായ ദേവന്മാരുടെയും അധിപതിയായ സർവോത്കൃഷ്ടനായ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ സേവനത്തിനായി
മനുഷ്യർ തങ്ങളുടെ സർവസ്വവും അർപ്പിക്കണം. ഇതാണ് ശ്രേഷ്ഠമായ ശാന്തി നേടാനുള്ള വഴി. അപ്പൊ കൃഷ്ണൻ ഭഗവാനാണ് സർവ്വലോകങ്ങളുടെയും തദ്വാസികളായ ദേവന്മാരുടെയും അധിപതിയായ സർവോത്കൃഷ്ടനായ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ സേവനത്തിനായി മനുഷ്യൻ തങ്ങളുടെ സർവസ്വവും അർപ്പിക്കണം. ഇതാണ് ശ്രേഷ്ഠമായ ശാന്തി നേടാനുള്ള വഴി. അപ്പൊ ശാന്തി നേടാനുള്ള വഴി ഇത് ഭഗവത്ഗീതയിലെ ശാന്തി ശ്ലോകം എന്നാണ് അറിയപ്പെടുന്നത്. 5:29. കൃഷ്ണ ഭഗവാനാണ് പരമാധികാരി. ദേവന്മാരുൾപ്പെടെ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിന്റെ ആശ്രിതരാണ്. കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ? ശാന്തി ലഭിക്കുകയുള്ളൂ. പരമപുരുഷനുമായി തനിക്കുള്ള ബന്ധത്തെ പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്ത്? കൃഷ്ണാവബോധ പ്രവർത്തനം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഭഗവാന് സറണ്ടർ ആവുക, അതാണ് എന്തിൽ വരുന്നത്? കൃഷ്ണാവബോധ പ്രവർത്തനത്തില് വരുന്നത്. ഒരാൾ മുക്തനാകുന്നത് ഈ ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടിൽ നിന്നും എത്ര കണ്ട് കൃഷ്ണാവബോധം പുരോഗമിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഒരാൾക്ക് മുക്തി ലഭിക്കുന്ന എങ്ങനെയാണ്? ഈ ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടുകളിൽ നിന്ന് എത്രത്തോളം കൃഷ്ണാവബോധത്തിലേക്ക് പുരോഗമിക്കോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി മുക്തനാകുന്നത്. ഭക്തിപൂർവ്വ സേവനത്തിന് മീതെ മാത്രമേ മനുഷ്യന് ശാന്തി നൽകാനാകൂ. അപ്പൊ ഭക്തിപൂർവമായിട്ടുള്ള സേവനത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ശാന്തി നൽകാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് എന്ത്? ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മഞ്ചാകൽപതരൂപേശ കൃപാ സിന്ധോപ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവൃന്ദി കി ജയ്. ശ്രീല പ്രഭുപാദി കി ജയ്. ഗുരുദേവ് കി ജയ്. നിതായ് ഗുരു പ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആൻസർ നോട്ട് ചെയ്ത് പോയോ എല്ലാവരും? ഹരേ കൃഷ്ണ. കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് മാതാജി. കുറച്ച് ചെയ്തോളൂ, എല്ലാം ചെയ്തില്ലല്ലേ? അപ്പൊ ഞാൻ നഷ്ടമായിട്ട് പറഞ്ഞു. ലാസ്റ്റത്തത് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ചെയ്തിട്ടില്ല. ഇച്ചിരി സ്പീഡായിരുന്നു. ഇന്ന് ഇത്തിരി സ്പീഡ് ഇന്ന് ഇത്തിരി സ്പീഡായിരുന്നു മാതാജി. പറയണ്ടേ സ്പീഡ് കുറയ്ക്കാൻ? എഴുതി വരുമ്പോഴത്തേക്ക് മാതാജി പറഞ്ഞു കഴിഞ്ഞു. അല്ല, അപ്പൊ എന്നോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു സ്പീഡ് കുറയ്ക്കുന്നു. അപ്പൊ എനിക്ക് അറിയണ്ടായിരുന്നു. അല്ലെ, ചിലപ്പോഴേ മഴയുടെ നെറ്റ് പ്രശ്നമാണോ എന്ന് വിചാരിച്ചു. ഇവിടെ മഴയുണ്ടേ. മഴ പ്രശ്നമല്ല, എനിക്ക് പനി പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ചുമ വരുന്നല്ലോ തീർക്കാം. എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അതാണ്, തൊണ്ട ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക. തണുപ്പടിച്ചാവില്ലേ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പറയുകയാണെങ്കിൽ ഞാൻ സ്പീഡ് കുറച്ചേനായിരുന്നു. അത് സാരമില്ല, ഇനി ക്വസ്റ്റ്യൻസിൽ പറയുമ്പോ മനസ്സിലാകുമല്ലോ. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്? ഭക്തിയുടെ സേവനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. ഭക്തിയുടെ സേവനമാണ്. പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന് ഒരാൾക്ക് മുക്തി നേടാനായിട്ട് എങ്ങനെയാ സാധിക്കുന്നത്? ഒരാൾ എങ്ങനെയാ മുക്തനാകുന്നത്? വാസുദേവന്റെ ഭക്തിയുടെ സേവനത്തിന് പ്രേമം വളർത്തിയെടുക്കും. അതെ, ഭഗവാന്റെ സേവനത്തിൽ എന്ത് ചെയ്യണം? പ്രേമം വളർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കുന്നത്. പിന്നെ മായാവാദ സന്യാസികളും വൈഷ്ണവ സന്യാസികളും തമ്മിലുള്ള 3 വ്യത്യാസം. മായാവാദ സന്യാസികൾ ഞാൻ പറയട്ടെ, എളുപ്പത്തിൽ പറഞ്ഞുതരാം. മായാവാദ സന്യാസികള് അവരെന്താണ്? അവർ മുൻകൂട്ടി ശുദ്ധീകരിച്ചിട്ടാണ് അവരെ ചുമതലകൾ നിർവഹിക്കുന്നത്. പക്ഷെ വൈഷ്ണവ സന്യാസികള് പ്രക്രിയ ചെയ്തുകൊണ്ടേ തന്നെ എന്താണ്? ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആര്? വൈഷ്ണവ സന്യാസികള്. പിന്നെ ഇവരെന്താണ്? ഇവര് താഴെ വീഴാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്, കാരണം മായാവാദ സന്യാസികൾക്ക്. പക്ഷെ വൈഷ്ണവ സന്യാസികൾ എന്താണ്? അവർക്ക് സന്നിധിയിലേക്ക് എത്താനുള്ള സാധ്യത ഉറപ്പാണ്, അവർക്ക് വിജയം ഉറപ്പായിരിക്കും. പൂർണ്ണമായിട്ടുള്ള ത്യാഗമാണ് മായാവാദ സന്യാസികളുടെ. ഇവരുടെ എന്താണ്? ഇവര് ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കുകയാണ്. അപ്പൊ സമ്പൂർണമായ ത്യാഗമാണ് വൈഷ്ണവ സന്യാസികൾക്ക്. പിന്നെ വൈഷ്ണവ സന്യാസികൾക്ക് സന്തോഷം ഉണ്ടാവും, കാരണം ഭഗവാനെ വ്യക്തി രൂപത്തിൽ ആരാധിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് പരമാനന്ദം ഉണ്ടാവും. പക്ഷെ ഇവർക്ക് എന്തുണ്ടാവില്ല? സന്തോഷം. പിന്നെ ഇവർക്ക് ഭഗവാനെ കുറിച്ച് അറിയില്ല. ഭഗവാന്റെ ബ്രഹ്മത്തിലാണ് ഇവർ ആരാധിക്കുന്നത്. തന്നെ അനേകം ജന്മങ്ങള് ഇവരെടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ വൈഷ്ണവ സന്യാസികൾക്ക് ഭഗവാനെ എളുപ്പത്തിൽ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഉത്തരം അതില്ലേ? വേദാന്ത സൂത്രം
വേദാന്ത സൂത്രത്തിന്റെ ശാരീരിക ഭാഷ്യം ശങ്കരാചാര്യർ, അത് ഇതിൽ പറഞ്ഞില്ലെങ്കിലും സാരില്ല, കാരണം സന്യാസിമാരെ കുറിച്ചല്ല പറഞ്ഞതില്. ശങ്കരാചാര്യരുടെ ശാരീരിക ഭാഷ്യം രചിച്ചിട്ടുണ്ടെന്ന് പറയാണ് വേദാന്ത സൂത്രത്തിന്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? ഭാഗവതം പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ വേദാന്ത സൂത്രങ്ങളുടെ ശാരീരിക ഭാഗവതം പഠിക്കുക, വേദാന്ത സൂത്രങ്ങളുടെ ശരിയായ ഭാഷ്യം. നമുക്കറിയാം ശ്രീമദ് ഭാഗവതം, അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? വേദാന്ത സൂത്രത്തിന്റെ ശരിയായ ഭാഷ്യമാണ് അതില് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അല്ലെ? ജന്മത്യാസ്യ എന്ന് പറഞ്ഞത് ഭാഗവതം ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടത്. പിന്നെന്താ? കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങള്. കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരെയും സേവിക്കും, എല്ലാവർക്കും പ്രിയങ്കരനാണ്, പ്രസാദം മാത്രമേ കഴിക്കുകയുള്ളൂ, ഭഗവത് സേവനത്തിൽ ഭഗവാൻ സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് കൃഷ്ണ എല്ലാവരെ സേവിക്കുന്നതാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കും, ഭഗവാന്റെ സേവനം മാത്രമാണ് അയാളുടെ ലക്ഷ്യം, വേറൊന്നിനും അയാളുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നില്ല. പിന്നെന്താണ്? ഭഗവാനെ കുറിച്ചുള്ള സംസാരം മാത്രമാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്, ഭഗവാന്റെ പ്രസാദം സ്ഥലങ്ങളിൽ പോകാൻ അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലെ? ഇത്രയും കാര്യങ്ങള് പറയാം. പിന്നത്തെ ചോദ്യം എന്താണ്? പാപമാലിന്യങ്ങൾ തീരാത്ത അവസ്ഥ. പാപമാലിന്യങ്ങൾ തീരാത്ത അവസ്ഥ എന്തിനോട് ഉപമിച്ചിരിക്കും? ജലത്തിൽ വളർന്നാലും താമര ഇലയിൽ ജലം പിടിക്കത്തില്ല. അതുപോലെ കർമ്മഫലങ്ങളിൽ ആസക്തി ഇല്ലാത്തവർക്ക് പാപങ്ങൾ ബാധിക്കില്ല. താമരയിലെ വെള്ളത്തിൽ കിടന്നാലുള്ള അവസ്ഥ അതേപോലെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഒരു വ്യക്തിക്ക് പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തി മാർഗത്തിൽ മുന്നേറാൻ സാധിക്കുന്നത് എപ്പോഴാണ്? എല്ലാം ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരമ്പരയിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ മുക്തിമാർഗത്തിൽ മുന്നേറാൻ സാധിക്കും. അതായത് ബുദ്ധി, മനസ്സ്, വിശ്വാസം, ആശ്രയം, 4 കാര്യങ്ങൾ അല്ലെ? തദ്ബുദ്ധയ ആത്മാന സന്നിഷ്ഠ തത്പരായണ, 4 കാര്യങ്ങള് ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോ പരിപൂർണ്ണ ജ്ഞാനത്താൽ സംശയങ്ങൾ നീങ്ങി മുക്തി മാർഗത്തിൽ മുന്നേറാൻ സാധിക്കും. മനുഷ്യവർഗത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? മനുഷ്യവർഗം ഭൗതിക ആസക്തരാകുമ്പോൾ, പരമാസ്വാദകനും പരമാധികാരിയും പരമസുഹൃത്തും ഭഗവാൻ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കാത്തവര്. അതായത് മറക്കുമ്പോഴല്ലേ എന്താ പറയുന്നതിന്റെ ഉത്തരം? മനുഷ്യവർഗം ഭൗതിക സുഖാസക്തനായതിനാലാണ് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പരമാസ്വാദകനും പരമാധികാരിയും പരമസുഹൃത്തും ഭഗവാൻ കൃഷ്ണനാണെന്ന സത്യം വിസ്മരിക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. 25 പരമാസ്വാദകനും പരമാധികാരിയും പരമസുഹൃത്തും കൃഷ്ണനാണെന്ന സത്യം വിസ്മരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യവർഗത്തിന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. കണ്ടോ? 25ാമത്തില് പരമാസ്വാദകൻ, പരമാധികാരി, പരമസുഹൃത്ത്, ഇത് ഭഗവാനാണെന്ന സത്യം എപ്പോഴാണ് നമ്മൾ മറക്കാൻ അനുഭവിക്കേണ്ടി വരും? ക്ലേശങ്ങൾ കിട്ടിയോ അത്? ഓക്കെ. പിന്നെ ബ്രഹ്മനിർവാണം പോകാൻ സാധിക്കുന്നത് സർവപാപങ്ങളിൽ നിന്ന് സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായ ഒരു മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബ്രഹ്മനിർവാണം പോകാനായിട്ട് സാധിക്കും. സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും സകല ജീവജാലങ്ങളോടും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളെ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സർവ്വ പാപങ്ങളിൽ നിന്ന് മോചനം നേടിയിട്ടുള്ളവർക്ക് സാധിക്കും. ബ്രഹ്മനിർവാണം പോകാന്ന് വെച്ചാൽ എന്താണ്? മറന്നു. ബ്രഹ്മനിർവാണം പോകാന്ന് വെച്ചാൽ നമ്മൾ എവിടേക്ക് കടക്കാണ്? ഭൗതികത്തിൽ നിന്ന് ആത്മീയത്തിലേക്ക് കടക്ക. ഇപ്പൊ കൊറേയൊക്കെ പഠിച്ചപ്പോ ഊഹിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ അവര്. ഭൗതികത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് കടക്ക. അതാണ് എന്ത്? ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത് അല്ലെ? നമ്മള് ഭഗവത്ഗീതയിലെ ശാന്തി ശ്ലോകം എങ്ങനെ ശാന്തി നേടാമെന്നാണ് പറയുന്നത്? ശാന്തി ശ്ലോകം എത്രാമത്തെ ശ്ലോകാണ്?
അഞ്ചിന്റെ 29 26 അത് പഠിച്ചു. ക്വസ്റ്റ്യൻ 5-ല് കൃഷ്ണാവബോധ പ്രവർത്തനം. കൃഷ്ണ എങ്ങനെ ശാന്തി നേടുന്ന പറയണത്? യജ്ഞങ്ങളുടെയും കൃഷ്ണാവബോധ പ്രവർത്തനം. തപസ്സുകളുടെയും സേവനത്തിന് ഭർത്താവും മാത്രമേ മനുഷ്യന് ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും കൃഷ്ണനാണെന്ന് വിശ്വസിക്കുന്നത്. കർത്താവ്, ദേവന്മാരുടെയും ലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുതദർശിയുമാണ്. ശാന്തി നേടും. ഈ ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടാനായിട്ട് സാധിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അതാണ് ശാന്തി ശ്ലോകം എന്നറിയപ്പെടുന്നത്. ഇത്